നമ്മുടെ കൗസല്യ ദേവന്മാർക്ക് കൂട്ടുകിടന്നിട്ട് എന്ത് ഗുണാണാവോ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ലേ. നീ മുല്ലശ്ശേരി പട്ടരുമായിട്ട് ഒളിസേവ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതിന് വല്ല ഗുണവും ഉണ്ടായോ എന്തോ? ഒരു ഗുണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടിക്ക് മുല്ലശ്ശേരി പട്ടര പോലെ കവിളിൽ ഒരു മറുകുണ്ട്. അയ്യോ എന്റെ പെരുമാളെ, എന്തൊക്കെയാ ഞാനീ കേക്കുന്നത്? അതിരാവിലെ വെറും വയറ്റില് ഇവിടെ ചിലർക്ക് എന്റെ വായിലിരിക്കുന്ന 2 തെറി കേട്ടാലേ സമാധാനാവൂ. ഒന്ന് പോടി. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ഓ ശിവ ശിവ, ഒന്ന് ചുമ്മാതിരി. എന്തിനാ ഗീതമാളെ ഈ നുണക്കഥയൊക്കെ പറഞ്ഞത്? അവരൊരു പാവ സ്ത്രീ. അവരുള്ളത് കൊണ്ട് ആ കൗസല്യ ജീവിച്ചു പോകുന്നു. കുറച്ച് വസ്തു വീടുള്ളത് വാസ്തവ. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കിളവയ്ക്കാണെ ഒരു സുഖേടും ഇല്ല. കൊഞ്ചം പൈത്യം ഇருக்கு. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. അച്ചോ അപ്പടിയെല്ലാം சொல்லாதடி. പാവം ദേവന്മാള്. അവർക്ക് കടവുള് ദീർഘായുസ് കൊടുക്കട്ടും. കടവുളേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. കൊടുക്കും കൊടുക്കും, കാണാം. ഒരു കള്ള കണ്ടം പൂച്ച ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടിയ അടുക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ, എന്താ അമ്മാളെ? നീ എന്റെ പക്കം പോയി പട്. അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തില് കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി. അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും. പോ വെളിയേ. ഓ, ഞാനേതോ ചൊല്ലിയച്ച് ഒന്നും നനയ്ക്ക വേണ്ട. എന്നോട് ഓരോരോ വിചാരങ്ങളാക്കും. ഉറങ്ങുന്നത് പോലും ചാക്കാട്, ഉറങ്ങി വിളിപ്പതും പിഴപ്പ്.
ഇങ്ങ ഇരിക്കട്ടും. കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ ഷോ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ, പണ്ടാലടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ ഇതും ചത്തുവല്ല തന്നെ. ഓ കാലമടൻ. അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം. മോശം അങ്ങോട്ടൊരു സമയം. തടക്കി ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്ന് അവിടെ മാതിരിയാക്കിയിരുന്നു. അങ്ങോട്ട് ഇവിടെ നോക്ക്. എവിടെ വരാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാനെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാന്ന്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ടേ കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷേകവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ, എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവൂടി. ബൃഹദീശ്വര ക്ഷേത്രത്തിലൊന്ന് പോണം. തഞ്ചാവൂരേ 14 നിലയുണ്ട്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ചിത്രകൂടമുണ്ട്. ആഹാ, കാണേണ്ട കാഴ്ച. സംഗീതം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ സംഗീതം. കീർത്തനം കേട്ടപ്പോ എന്താ ഒരു സുഖം. ഞാനും സന്താനങ്ങളെ പഠിപ്പിച്ചതാ. എന്നിട്ട് എന്തു പറ്റി? വിധി എന്നല്ലാതെ എന്തു പറയാൻ. ദേവനാരായണ ഭാഗവതരെ തെരിയുമാ? പിന്നെ പെരിയ ആള്, മഹാസംഗീതജ്ഞൻ. അവരോட மகனை நான் பார்த்தேன். நிஜமா? என்ன இங்க கொண்டு விட்டு போயாச்சு. ஆமா, என்ன பைத்தியம் பிடிச்சிருக்கா? பைத்தியம் இல்லடி, நிஜம்தான். அப்பா மாதிரியே இருக்கு. அப்படியா? ஆனா பேச முடியல. அது என்ன ஊமையா? ஊமை கிடையாது,
திடீர்னு போயாச்சு. என்ன உஷ்ணம். கொடுத்த வேலை பண்ணியாச்சு. தேவநாராயண பாகவதற்கு ஒரே ஒரு குழந்தை, ஹரிநாராயணன். வேலை ஒண்ணுமே இல்லை. அங்கே இங்கே சுற்றி திரியல், அதுதான் வேலை. மேரேஜ் கழிஞ்சாச்சு. பொண்ணு நல்ல ஆட்டக்காரி. மொத்தத்தில் பொண்டாட்டி வேலை பண்ணும், இவன் உட்கார்ந்து சாப்பிடுவேன். கொஞ்சம் பிடி. மிது இப்ப வரேன். அப்பப்பா நிறைய பார்த்துருக்கேன். ஏ ஆனா இது ஒரு பிரத்யேக வெரைட்டி. பைய ரொம்ப நன்றி. வரட்டுமா? இப்போவே സമയാச்சு. சீக்கிரம் போங்க. നേരത്തെ ചെന്നിട്ട് അതങ്ങടെ ഏറ്റുവാങ്ങാനാണോ? എന്താ? കൂവലേ. ഡോ, ഞാൻ കാര്യമായിട്ട് പറയാ, നീ നല്ലൊരു ആട്ടക്കാരി ആവണം. നമ്മ കുടുംബം പെരുസാവണം. അതുതാ മുഖ്യം. എന്റെ ഫെലോഷിപ്പും കുട്ടികൾ വരുന്ന വേദനകളും ഒക്കെ ആയിട്ട് ജീവിതം ഒപ്പിക്കാൻ പറ്റുമോ? ഈ കാറൊന്ന് മാറ്റി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നാളെത്രേ? അതൊക്കെ നമുക്ക് വാങ്ങാം. നീ നമ്മൾ വാങ്ങും. താൻ പോയി തകർത്തിട്ട് പാടോ. സത്യഭാമ തകർക്കും. തകർക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. കാർത്തന്നെ ഇരുന്നോണ്ട് എനിക്ക് കയറി കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും കാർത്തന്നെ ഇരിക്കണത്. പറയോ പറയോ ഞാൻ താൻ വിഷമിക്കണടോ. ഇതിന്റെ കുറവ് നാളെ കുട്ടികളുടെ മുമ്പിൽ തീർക്കാം. അതെ, ആ തെക്കേ തെരുവിലെ അൻപുശെൽവി. തെക്കേ തെരുവിലെ അൻപുശെൽവി 2 മാസമാ ഫീസ് കൊടുക്കില്ലേ? അവളുടെ അമ്പുശെൽവി ഫീസ്